നമസ്കാരം. സ്പിരിച്വൽ ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോയാണ്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കടങ്കഥ പോലെയാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ സത്യസന്ധമായി നിന്നാലും പലപ്പോഴും നമുക്ക് കിട്ടുന്നത് നിരാശ മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി രാവും പകലും നമ്മൾ ഓടും. സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചിരി കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യും. പക്ഷെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല. ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ഒരാളുടെ ഏറ്റവും വലിയ സങ്കടം ഇത് തന്നെയാണ്. നാളെയെക്കുറിച്ചുള്ള പേടി, കടങ്ങൾ എങ്ങനെ തീർക്കുമെന്നുള്ള ആധി, മക്കളുടെ ഭാവി, ഇതൊക്കെ ഓർത്ത് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ നമ്മൾ തള്ളി നീക്കിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതൊരു മൈൻഡ് റീഡിംഗ് വീഡിയോയാണ്. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ചിത്രം ഒരു രുദ്രാക്ഷത്തിൻ്റെതാണ്. രണ്ടാമത്തെ ചിത്രം മനോഹരമായ ഒരു സ്ഫടികത്തിൻ്റെതാണ്. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയെയോ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടം എന്താണോ അത് മനസ്സിൽ വിചാരിക്കുക. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഈ 2 ചിത്രങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് തീരുമാനിക്കുക. ആ ചിത്രം തിരഞ്ഞെടുക്കുക. കൂടുതലായി ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ചിത്രങ്ങൾ കണ്ടയുടനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതാണോ കടന്നു വന്നത് ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായ രുദ്രാക്ഷം തിരഞ്ഞെടുത്ത ആളുകളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പോരാളിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ധൈര്യശാലിയായ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ള് ഒരുപാട് മുറിവുകളേറ്റ, സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് ചതിയും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരെയും പെട്ടെന്ന് വിശ്വാസമാണ്. ആരെങ്കിലും ഒരു സങ്കടം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നന്ദികേട് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി നോക്കിയാൽ പലപ്പോഴും പണം നിങ്ങളുടെ കയ്യിൽ വരും, പക്ഷെ അത് വന്ന വഴിക്ക് തന്നെ ചിലവായി പോകുന്നൊരവസ്ഥയാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷേ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ചുമലിൽ വീണിട്ടുണ്ടാകാം. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടി ഒക്കെ ജീവിച്ചവരാണ് നിങ്ങൾ. പക്ഷെ അതിനൊത്ത ഒരു വിലയോ സ്നേഹമോ സ്ഥാനമോ ഒന്നും നിങ്ങൾക്ക് പലപ്പോഴും തിരികെ കിട്ടാറില്ല. ആസ്ട്രോളജിക്കലി നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെയോ ചൊവ്വയുടെയോ ഒരു സ്വാധീനം ശക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്ത് കാര്യം നേടണമെങ്കിലും മറ്റുള്ളവരെക്കാൾ ഇരട്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം ഒന്നും നേടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് നിങ്ങളുടെ ഓരോ നേട്ടവും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങളുടെ ഭാവിയിലേക്കൊന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സത്യസന്ധത അത് ഈ പ്രപഞ്ചം കണ്ടുകൊണ്ടേയിരിക്കുന്നു. വരും മാസങ്ങളിൽ സാമ്പത്തികമായി വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടഞ്ഞുകിടന്ന വഴികൾ തുറക്കപ്പെടും. ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ കുറയാനുള്ള ഒരു വരുമാന മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാനോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല പ്രൊമോഷനുകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ കോപവും അമിതമായ വൈകാരികതയുമാണ്. പെട്ടെന്ന് ദേഷ്യം വരികയും അത് കഴിഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങൾ മാറ്റുക.
അതുപോലെ ഇനി ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പണം കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴും ഒക്കെ ഒരു 100 തവണ അതിൻ്റെ വരും വരായികളെപ്പറ്റി ചിന്തിച്ച ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നടുവേദന, സന്ധിവേദന അല്ലെങ്കിൽ അമിതമായ സ്ട്രെസ് കാരണമുണ്ടാകുന്ന തലവേദന പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. സ്വയം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുക. ഇനി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കൂടി കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം പ്രതിസന്ധികൾക്ക് കൃത്യമായ ഒരു പരിഹാരം കാണാൻ നിങ്ങളുടെ ജാതകം സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും അതിനുള്ള ലളിതമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസി നിങ്ങളെ സഹായിക്കുന്നതാണ്. ജാതക പരിശോധനയ്ക്കും കൺസൾട്ടേഷനുമായിട്ട് നിങ്ങൾക്ക് 7736585744 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറാനും ഗൃഹദോഷ ശാന്തിക്കുമായിട്ട് ഞങ്ങൾ നടത്തുന്ന നവഗ്രഹ പൂജയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും നാളും ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആ പേരുകൾ ഞങ്ങൾ പ്രത്യേകം എഴുതിയെടുത്ത് പൂജയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രമായ സ്ഫടികം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്ക് പോകാം. സ്ഫടികം പോലെ തന്നെ വളരെ സുതാര്യമായ, വളരെ പവിത്രമായ ഒരു മനസ്സിനുടമയാണ് നിങ്ങൾ. ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ല. സമാധാനമായി ജീവിക്കണം, ആരോടും വഴക്കിന് പോകാതെ, സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ, സ്നേഹിക്കുന്നവരുടെ കൂടെ സന്തോഷമായി സമാധാനമായിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അല്ലേ? പക്ഷേ സൈക്കോളജിക്കലിയായി നിങ്ങളെ അനലൈസ് ചെയ്താൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുക, ചെറിയ കാര്യങ്ങളെ വലുതാക്കി കണ്ട് ടെൻഷൻ അടിക്കുക, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. പലപ്പോഴും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരമോ സ്നേഹമോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്, പക്ഷേ എവിടെയോ ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ പിന്നോട്ട് വലിക്കാറുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പ്രണയത്തിലോ വിവാഹ ജീവിതത്തിലോ ആത്മാർത്ഥത കാണിച്ചിട്ടും പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അത് വേറെ രീതിയിൽ ആയിരിക്കും മനസ്സിലാക്കുക. ആസ്ട്രോളജിക്കലി പറയുമ്പോൾ ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും സ്വാധീനം നിങ്ങളുടെ ചിന്തകളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ വലിയ സന്തോഷവും ചില ദിവസങ്ങളിൽ വല്ലാത്ത ഡിപ്രഷനും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വീട്, അല്ലെങ്കിൽ സ്വന്തമായ ഒരു വാഹനം, കടങ്ങളില്ലാത്ത ഒരു ജീവിതം, ഇതൊക്കെ പലപ്പോഴും കൈയെത്തും ദൂരത്ത് വന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ ഇനി നിങ്ങളുടെ സമയം മാറുകയാണ്. സ്ഫടികം എന്നത് പോസിറ്റീവ് എനർജിയുടെ പ്രതീകമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകൾ, നിങ്ങളെ ചൂഷണം ചെയ്തിരുന്നവർ, അവർ താനേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, അതൊരു പക്ഷേ ഒരു ജോലിയാകാം, സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതാകാം, അല്ലെങ്കിൽ സ്വന്തം വീട് എന്ന സ്വപ്നമാകാം. അതിലേക്കുള്ള വഴികളൊക്കെ വരും മാസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു ശാന്തിയും ഒരു വ്യക്തതയും ഒക്കെ കൈവരുന്ന ഒരു സമയമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, നിങ്ങളുടെ ഉള്ളിലെ പേടിയും ഉത്കണ്ഠയും ആദ്യം മാറ്റിവെക്കുക. ആ ഒരു ആങ്സൈറ്റി നിങ്ങളെ പല കാര്യങ്ങളിലും പിന്നോട്ടേക്ക് വലിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതുപോലെ നിങ്ങളുടെ വിജയങ്ങളും സന്തോഷങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാതിരിക്കുക. ആളുകളുടെ കണ്ണുകിട്ടൽ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം, ഇതൊക്കെ ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും മറ്റ് നേട്ടങ്ങളുമൊക്കെ ആവശ്യമുള്ളവരുമായി മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം,
ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുകയോ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പോസിറ്റീവ് ഊർജം നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില കൃത്യമായി മനസ്സിലാക്കി ഇത്തരം മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കൃത്യമായ വഴികൾ അറിയാൻ വേണ്ടിയിട്ട് ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജാതകം നോക്കുന്നതിനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും 7736585744 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ നടത്തുന്ന നവഗ്രഹ പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതിനായി നിങ്ങളുടെ പേരും നാളും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ആ പേരുകൾ കൂടി ഉൾപ്പെടുത്തി ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ജേർണി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ നല്ല മാറ്റങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.